ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ ഈ ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. തറവാട്ടമ്പലം എവിടെയാണെന്ന് സുഭാഷിനോട് പറയുകയാണ് ഗംഗാധരൻ. തുടർന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ തറവാട്ടമ്പലത്തിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് സുഭാഷും സുധീഷും നികേഷും ഹരീഷും നിധിയും ചാന്ദിനിയും എല്ലാം. ഭാസ്കറിനും അവരുടെ ഒപ്പം പോകാനായി ഒരുങ്ങിയിറങ്ങുന്നു. തുടർന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സുധീഷിന്റെ കാറിൽ കയറി തറവാട്ടമ്പലത്തിലേക്ക് പോവുകയാണ്. ഓരോ മാസമായി വണ്ടി ഓടിക്കാതിരുന്ന സുധീഷ് പോലീസ് സ്റ്റേഷനിൽ പോയി ലൈസൻസ് ഒക്കെ തിരിച്ചു മേടിച്ചിട്ട് ആദ്യമായിട്ട് എല്ലാവരുടെയും ഒപ്പം തറവാട്ടമ്പലത്തിലേക്കാണ് പോകുന്നത്. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് ഇടയ്ക്കിടയ്ക്ക് ചാന്ദ്രിയോട് സംസാരിച്ചിരിക്കുന്ന നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം വഴിയൊക്കെ ചോദിച്ച് അവർ തറവാട്ടമ്പലത്തിലേക്ക് പോവുകയാണ്. ഒരു ജംഗ്ഷനിലേക്ക് വന്ന് ആ ഗ്രാമത്തിൽ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ചേട്ടന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ് സുധീഷ്. ആ ചേട്ടനെ കാണുന്ന എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഭാസ്കരൻ സന്തോഷത്തോടുകൂടി മുന്നോട്ട് നടന്നു പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ എങ്ങോട്ടായി പോകുന്നത്? എല്ലാ സ്ഥലവും കാണാൻ ഒരുപോലെ ഉണ്ട്, ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കണം. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, എന്റെ നാട്ടിൽ വന്ന് എനിക്ക് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു നീ? ഈ നാടിന്റെ കാറ്റ് എന്നെ മാടി വിളിക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലമൊന്നും അച്ഛൻ അറിയില്ലല്ലോ. അപ്പൊ ഭാസ്കരൻ പറയണേ, ഈ സ്ഥലമൊക്കെ എനിക്കറിയാം, രാത്രി നല്ല ഭക്ഷണം വാങ്ങിച്ചു വെക്ക്, ഞാൻ അവിടെ എത്തിക്കോളാം. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഇയാൾക്ക് തറവാട്ടമ്പലമുള്ള ഗ്രാമം ഏതാണെന്ന് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഇയാൾക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ സുഭാഷ് പറയണ, ഇവിടെ വന്നപ്പോൾ എല്ലാം ഓർമ്മ വന്നതായിരിക്കും. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താണ് അയാളെ വഷളാക്കിയത്. തുടർന്ന് ആ ചേട്ടൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് താമസ സ്ഥലത്തേക്ക് വരികയാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നു, സുധീഷ്, ഇതാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. ഈ സമയം തറവാട്ടമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല, ഇവിടുന്ന് 5-6 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ടയേർഡ് ആയിരിക്കും. ഇന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, നാളെ ക്ഷേത്രത്തിലേക്ക് പോകാം. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കാന്, നമ്മൾ എല്ലാവരും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഇതൊരു ചെറിയ വീടല്ലേ? അപ്പൊ ഹരീഷ് പറയണ, നമ്മുടെ വീട്ടിൽ 6 പേര് താമസിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റില്ലേ? അപ്പൊ ആ ചേട്ടൻ പറയുന്നു, ഇവിടെ ആര് വന്നാലും ഇവിടെ താമസിച്ചാണ് കുടുംബക്ഷേത്രത്തിലേക്ക് പോവുക. സുഭാഷ് ചോദിക്കുന്നു, ഒരുപാട് പേര് ഇവിടെ വന്ന് താമസിച്ച് ക്ഷേത്രത്തിൽ പോകാറുണ്ടല്ലേ? അപ്പൊ ആ ചേട്ടൻ പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ ഇവിടെയുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് തറവാട്ടമ്പലം ആ ക്ഷേത്രം തന്നെയാണ്. അങ്ങനെ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറയുകയാണ് ആ ചേട്ടൻ. നിധി ചോദിക്കുന്നു, ഇവിടെ പുറത്ത് സ്ലിപ്പേഴ്സ് ഒക്കെ കിടപ്പുണ്ടല്ലോ, ആരെങ്കിലും താമസമുണ്ടോ? അപ്പൊ ആ ചേട്ടൻ പറയുകയാണ്, നിങ്ങള് തിരുവനന്തപുരത്തുകാരല്ലേ? അവിടെയുള്ള വേറൊരു വീട്ടുകാര് ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട്. ഈ സമയം വളരെ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സുനന്ദ. എല്ലാവരും പുഞ്ചിരിച്ച് വിശ്വസിക്കാനാകാതെ സുനന്ദയെ നോക്കുമ്പോൾ സുധീഷും നികേഷും ഹരീഷും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുനന്ദ സന്തോഷത്തോടുകൂടി അവരോട് സംസാരിക്കുകയാണ്. ഈ സമയം സുനന്ദ എന്ന് വിളിച്ച് അവിടേക്ക് വരുന്ന ലളിത ഉറക്കെ ചോദിക്കുന്നു, സുനന്ദ, നീ ആരോടാ സംസാരിക്കുന്നത്? അപ്പൊ ആ ചേട്ടൻ പറയണേ, വാ ചേച്ചി, എല്ലാം നിങ്ങളുടെ ബന്ധുക്കളാ, കുടുംബമായിട്ട് ഇവിടെ താമസിക്കാലോ. നിങ്ങൾ തന്നെ വീടൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്ക്. അകത്ത് 2 റൂമുണ്ട്, അത് നിങ്ങൾക്കുള്ളതാ. നാളത്തെ പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യത്തോടുകൂടി ലളിത ചോദിക്കുന്നു, എന്തിനാ എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, ഈ തറവാട്ടമ്പലം അമ്മാവന് സ്ത്രീധനമായിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ. ലളിതയുടെ വാക്കുകൾ കേട്ട് ടെൻഷനോടുകൂടി ചാന്ദിനി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് കൈകൊണ്ട് കാണിക്കുകയാണ് ആ കുടുംബവുമായി വലിയ വഴക്കിലാണെന്ന്. ലളിതയുടെ വാക്കുകൾ കേട്ട് സുനന്ദ അമ്മയെന്ന് വിളിക്കുമ്പോൾ ലളിത പറയുകയാണ്, നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോ, ഞങ്ങൾ എവിടെ പോയാലും മാട്ടെ പോലെ ഓട്ടി വരും. അപ്പൊ സുധീഷ് പറയണ, നിങ്ങളുടെ മാത്രം തറവാട്ടമ്പലം അല്ല ഇത്, ഞങ്ങളുടെയും കൂടിയാ. നിങ്ങൾ അമ്പലത്തിലേക്ക് വന്നതുപോലെ ഞങ്ങളോ അമ്പലത്തിലേക്ക് വന്നു. ഏട്ടാ സുധീഷ്, ഒന്ന് വെറുതെ ഇരിക്കുന്ന സുഭാഷ് പറയുമ്പോൾ ലളിത പറയണ, നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നേ? അപ്പൊ സുഭാഷ് പറയുന്നു, അമ്മായി, ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല, കുടുംബമായിട്ട് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. തുടർന്ന് അശ്വിൻ അവിടേക്ക് വരികയും അശ്വിനും സുനന്ദയും വളരെ സന്തോഷത്തോടുകൂടി അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയുമാണ്. ലളിത ദേഷ്യത്തോടുകൂടി ഗംഗാധരനെ വിളിച്ച് തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞതിന് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. എല്ലാം കേട്ട ഗംഗാധരൻ പറയുന്നു, നീ പേടിക്കണ്ട, അവര് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. തുടർന്ന് രാത്രി എല്ലാവരും സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുനന്ദയും അശ്വിനും അവിടേക്ക് വരികയും അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയുമാണ്. ഇത് കണ്ട് ലളിത സുനന്ദയെ കുറ്റപ്പെടുത്തുകയും അശ്വിനുള്ളത് കൊണ്ട് ആരോടും ദേഷ്യപ്പെടാതെ അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയുമാണ്. തുടർന്ന് ഭാസ്കരൻ ഫ്രണ്ട്സിന്റെ ഒപ്പം അവിടേക്ക് വരികയും പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുമാണ്. ഇതെല്ലാം കേട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് കിളിക്കൂട്ടിലുള്ളവർ. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും സുധീഷും ഒരു റൂമിൽ കിടക്കുകയും നിധിയുടെ ഒപ്പം ചാന്ദിനി മറ്റൊരു റൂമിൽ കിടക്കുകയുമാണ്. ലളിത ഇത് ശ്രദ്ധിക്കുകയും സുധീഷ് എന്താണ് നിധിയുടെ ഒപ്പം കിടക്കാത്തതെന്ന് ചോദിക്കുകയുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, എന്റെ കൂടെ കിടക്കാൻ വേറെ ആളുണ്ടെന്ന് പറയുകയാണ് നിധി. പെട്ടെന്ന് ചാന്ദിനിയെ കണ്ട് ഇവളുണ്ടെന്ന് പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞ് ലളിത അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നിധി സാരിയൊക്കെ എടുത്ത് രാവിലെ ഹോളിലേക്ക് വരുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. സുധീഷും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് അവിടേക്ക് വരുന്നു. ലളിത അശ്വിനെയും സുനന്ദയെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പിന്നാലെ കിളിക്കൂട്ടിലുള്ളവരും പോകുന്നു. ക്ഷേത്രത്തിലെത്തി തൊഴുത് പൂജയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് എല്ലാവരും. തുടർന്ന് നിധിയും സുധീഷും ക്ഷേത്രമൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ്. നമുക്ക്
നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു ആയിക്കോട്ടെ. സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ്. നിധിയും വളരെ സന്തോഷത്തോടുകൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് സുഭാഷും നികേഷും സുധീഷും നിധിയും ചാന്ദിനിയും എല്ലാം സംസാരിച്ചിരിക്കുകയാണ്. കുറച്ചപ്പുറത്തായിരിക്കുന്ന സുനന്ദ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷിന്റെ തലയിൽ വീണ പൂക്കൾ കണ്ട് ചാന്ദിനി തലയിൽ നിന്നും പൂക്കൾ തട്ടിക്കളയുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുമ്പോൾ സുനന്ദ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് സുഭാഷും ചാന്ദിനിയും സന്തോഷത്തോടുകൂടി സംസാരിച്ചു നിൽക്കുകയാണ്. കുറച്ചപ്പുറത്തായി നിന്ന് അവരെ ശ്രദ്ധിക്കുന്ന സുഭാഷ് നിധിയോട് പറയുന്നു ഈ ഭാഷയും ദേഷ്യവും വേറെയാണെങ്കിലും രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. തുടർന്ന് ക്ഷേത്രത്തിലെ കഠിനമായ പൂജയെ കുറിച്ച് പറയുകയാണ് ലളിത. ലളിതയുടെ അരികിലേക്ക് വന്ന ഒരു ചേച്ചി ചോദിക്കുന്നു ചേച്ചി ഇതാരാ? പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഞങ്ങള് തിരുവനന്തപുരത്തു നിന്ന് വരുന്നതാണെന്ന് സുഭാഷ് പറയും. അപ്പൊ ലളിത പറയുന്നു എന്റെ ആങ്ങളയാ. ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയതായാള്. ചെയ്ത പാപത്തിന് പുണ്യം കിട്ടാൻ തറവാട്ടമ്പലത്തിലേക്ക് വന്നിരിക്കുക. അങ്ങനെ ലളിത ഭാസ്കറിനെയും കുടുംബത്തെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിക്കുകയാണ്. ഇതെല്ലാം കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് കിളിക്കൂട്ടിൽ സ്ത്രീകളില്ലാത്തതുകൊണ്ട് പൂജ ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ലളിത പരിഹസിക്കുമ്പോൾ നിധി താൻ കിളിക്കൂടിനു വേണ്ടി പൂജ ചെയ്യുമെന്ന് പറയുകയാണ്. ഞാനിപ്പം ആ വീട്ടിലെ പെൺകുട്ടിയാണ്, സുധീഷിന്റെ ഭാര്യയാണെന്നൊക്കെ നിധി പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ലളിത. അതിനുശേഷം പ്രമോയിൽ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സുഭാഷ് സുധീഷിനും നികേഷിനും ഹരീഷിനും ചായ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയം സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് സുനന്ദ. സുഭാഷ് പറയുന്നു വാ സുനന്ദ ചായ എടുക്കട്ടെ. അപ്പൊ സുനന്ദ പറയുന്നു വേണ്ട സുഭാഷ് ഏട്ടാ ഞാൻ ചായ കുടിച്ചു. എല്ലാവരും രാത്രി നന്നായി ഉറങ്ങിയോ? അപ്പൊ സുഭാഷ് പറയണ പുതിയ സ്ഥലമല്ലേ നന്നായി ഉറങ്ങിയില്ല. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടൻ നന്നായി ഉറങ്ങി ചുമ്മാതെ പറയുന്നതാ. ചിരിച്ചുകൊണ്ട് സുനന്ദ ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ ഇവരാരൂപം സുഭാഷ് ഏട്ടന് പെണ്ണ് നോക്കുന്നില്ലേ? ഇവർക്ക് സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഒരു ചിന്തയില്ലെന്ന് തോന്നുന്നു. അപ്പൊ സുഭാഷ് പറയണ അങ്ങനെയല്ല, എന്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണ് തറവാട്ടമ്പലത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് തന്നെ. ഇത് കേട്ട് സുനന്ദ പറയണ അപ്പോ സുഭാഷ് ഏട്ടൻ ഉറപ്പായിട്ടും തിരുവനന്തപുരത്തേക്ക് ചെന്നാൽ ഉടനെ കല്യാണം നടക്കും. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവത്തിന് നല്ല ശക്തിയുള്ളതാ. ഒരു ടെൻഷനും വേണ്ട, ഉടനെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കും. സുഭാഷ് സന്തോഷത്തോടുകൂടി സുനന്ദയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. സുധീഷ് പതിയെ നികേഷിനോട് പറയുന്നു എക്സ് ലവറോട് സംസാരിക്കുന്നത് കണ്ടില്ലേ സുഭാഷ് ഏട്ടൻ? അശ്വിന്റെ ഫാമിലി നല്ലതാണെന്നും അശ്വിന് നല്ല സ്വഭാവമാണെന്നും ഒക്കെ സുനന്ദ പറയുകയാണ്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ്. എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടനും കൂടി ഒരു കല്യാണം കഴിച്ച് കണ്ടാൽ മതിയെന്ന് സുനന്ദ സുധീഷിനോട് പറയുമ്പോൾ നികേഷ് പറയുന്നു സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഇന്ന് സുധീഷ് ഏട്ടൻ ശൂലം കുത്തി പ്രദക്ഷിണ ചെയ്യാൻ പോകുക. അപ്പൊ സുനന്ദ പറയുകയാണ് എന്നാ നോക്കിക്കോ തിരിച്ച് നാട്ടിലെത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടന്റെ കല്യാണം നടന്നിരിക്കും. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ചാന്ദിനി ചൂടുവെള്ളം കിട്ടുന്നില്ലാതെ ഹിന്ദിയിൽ പറയുകയാണ്. അപ്പൊ സുനന്ദ പറയുന്നു ഹീറ്റർ ഉണ്ടല്ലോ, വാ ഞാൻ നോക്കാം എന്താ ചൂടുവെള്ളം വരാത്തേന്ന്. അങ്ങനെ സുനന്ദ ചാന്ദിനിയും കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ഇപ്പൊ വരാടാന്ന് പറഞ്ഞ് സുഭാഷും പിന്നാലെ പോവുകയാണ്. ബാത്റൂമിന്റെ അരികിലേക്ക് വന്ന സുനന്ദ പറയുന്നു സുഭാഷ് ഏട്ടാ ഹീറ്ററിന്റെ സ്വിച്ച് ഇട്ടിട്ടില്ലായിരുന്നോ? സുഭാഷ് ചോദിക്കുന്നു ചാന്ദിനി സ്വിച്ച് ഇട്ടില്ലായിരുന്നോ? പുറത്തായിരുന്നോ? ശ്രദ്ധിച്ചു കാണില്ല. ഇനിയും ചൂടുവെള്ളം കിട്ടും, കുട്ടി അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ സുനന്ദ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ബാത്റൂമിലേക്ക് കയറാനായി തുടങ്ങുന്ന ചാന്ദിനി തെന്നി വീഴാനായി തുടങ്ങുകയാണ്. വീഴാതെ ചാന്ദിനിയെ താങ്ങി പിടിക്കുകയാണ് സുഭാഷ്. തിരിഞ്ഞു നോക്കി ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുനന്ദ. ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ചാന്ദിനിയും സുഭാഷും. സോറി എന്ന് പറഞ്ഞ് ചാന്ദിനി നേരെ നിൽക്കുമ്പോൾ ഒന്ന് മുതറി സുഭാഷ് പറയുകയാണ് ഇവിടെയെല്ലാം വെള്ളമാണല്ലോ, അത് തെന്നി വീഴാൻ തുടങ്ങി. ആരാ ഇവിടെ ഇത്രയും വെള്ളം ഒഴിച്ചത്? താങ്ക് യു എന്ന് പറഞ്ഞ് ചാന്ദിനി ബാത്റൂമിലേക്ക് പോകുമ്പോൾ സുഭാഷ് പറയുന്നു ഞാനിവിടെ ക്ലീൻ ചെയ്തേക്കാം. പുഞ്ചിരിച്ച് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് ചാന്ദിനി ബാത്റൂം അടയ്ക്കുമ്പോൾ സുഭാഷ് അവിടെ ക്ലീൻ ചെയ്യാനായി തുടങ്ങുകയാണ്. സുനന്ദ ചോദിക്കുന്നു സുഭാഷിന് എന്തായി ചെയ്യുന്നേ? അപ്പൊ സുഭാഷ് പറയണ ഇനി ആരും ഇവിടെ തെന്നി വീഴാൻ പാടില്ല, ക്ലീൻ ചെയ്യാം. അപ്പൊ സുനന്ദ പറയണ ഇങ്ങതാ ഞാൻ ക്ലീൻ ചെയ്യാം. അപ്പൊ സുഭാഷ് പറയണ ഞാൻ ചെയ്യാം, സുനന്ദ പൊയ്ക്കോ. അങ്ങനെ സുഭാഷ് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ സുനന്ദ അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് അകത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് വന്ന സുനന്ദ സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം കുളി കഴിഞ്ഞ് അവിടേക്ക് വരികയാണ് ചാന്ദിനി. ചാന്ദിനി ഞെട്ടി സുനന്ദയെ നോക്കുമ്പോൾ സുനന്ദ പറയുന്നു സോറി എന്റെ പേര് സുനന്ദ, സുഭാഷ് ഏട്ടന്റെ അമ്മായിയുടെ മോള. കുട്ടിയുടെ പേരെന്താ? അപ്പൊ ചാന്ദിനി പറയുന്നു മേരാ നാം ചാന്ദിനി. സുനന്ദ ചോദിക്കുന്നു ഹിന്ദിക്കാരിയാണോ? സുഭാഷ് ഏട്ടനെ ചാന്ദിനിക്ക് എങ്ങനെ അറിയാം? ചാന്ദിനി ഹിന്ദിയിൽ നടന്ന കാര്യങ്ങളെല്ലാം സുനന്ദയോട് പറയുകയാണ്. സുഭാഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാഷിന്റെ പെങ്ങളാണെന്നും കുറച്ച് പ്രശ്നം കാരണം ഇപ്പൊ സുഭാഷിന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും അവര് തറവാട്ടമ്പലത്തിലേക്ക് വന്നപ്പോൾ കൂടെ വന്നതാണെന്നും ഒക്കെ പറയുന്നു. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാക്കാതെ ടെൻഷനോടുകൂടി നികേഷിനെ തന്റെ അരികിലേക്ക് വിളിക്കുകയാണ് സുനന്ദ. നികേഷ് അരികിലേക്ക് വരുമ്പോൾ സുനന്ദ പറയണം ഈ കുട്ടിയുടെ പേരൊക്കെ ചോദിച്ചു ഞാൻ, ആരാണെന്ന് ചോദിച്ചു. എന്തൊക്കെയോ ഹിന്ദി പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ നികേഷ് പറയണ ഇത് ചാന്ദിനി, നമ്മുടെ സുഭാഷ് ഏട്ടന്റെ കൂടെ അവിനാഷ് എന്ന് പറയുന്ന ഒരാളെ ജോലി ചെയ്യാറില്ലേ? എനിക്കറിയാമെന്ന് സുനന്ദ പറയും. നികേഷ് പറയണ അവിനാഷിന്റെ സഹോദരിയാ ചാന്ദിനി. ഇവരുടെ വീട്ടില് ചെറിയൊരു പ്രശ്നമുണ്ട്, കുറച്ചുനാള് നമ്മുടെ വീട്ടിൽ താമസിക്കട്ടെന്ന് സുഭാഷ് ഏട്ടനാ പറഞ്ഞത്. ചാന്ദിനി വീട്ടിലുള്ളപ്പോഴാണ് തറവാട്ടമ്പലത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്. എങ്കിൽ പിന്നെ ചാന്ദിനിയും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ചാന്ദിനി ജാവോ. പുഞ്ചിരിച്ച് തലയാട്ടി ചാന്ദിനി അകത്തേക്ക് പോവുകയാണ്. സുനന്ദ പറയുന്നു ചാന്ദിനിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പെൺകുട്ടിയാ. കല്യാണം കഴിഞ്ഞതല്ലോ? കല്യാണം ഒന്നും കഴിഞ്ഞതല്ല
എന്ന് നികേഷ് പറയുമ്പോൾ സുനന്ദ പറയണ നമുക്ക് സുബേഷ് ഏട്ടനും ചാന്ദിനിയും തമ്മിലുള്ള കല്യാണം നടത്തിയാലോ? അപ്പൊ നികേഷ് പറയണ കല്യാണോ? ഭാഷ അറിയാതെ എങ്ങനെയാ കല്യാണം കഴിക്കുക? അപ്പൊ സുനന്ദ ചോദിക്കണ കല്യാണത്തിന് എന്തിനാടാ ഭാഷ? നികേഷ് ചോദിക്കുന്നു അവർ രണ്ടുപേരും കൂടി സംസാരിക്കണ്ടേ? ഒരാൾ പറയുന്ന കാര്യം മറ്റേ ആൾക്ക് മനസ്സിലാവണ്ടേ? ഇതൊന്നും ശരിയാകില്ല. സുഭാഷ് ഏട്ടന് വേറെ പെണ്ണിനെ നോക്കാം. സുനന്ദ വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. സുഭാഷ് ഏട്ടന്റെയും ചാന്ദിനിയുടെയും കല്യാണം നടത്താന്ന്. അങ്ങനെ നികേഷ് അകത്തേക്ക് പോകുമ്പോൾ സുനന്ദ മനസ്സിൽ പറയണേ ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്? സുഭാഷ് ഏട്ടന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ല. സുഭാഷ് ഏട്ടന് ചാന്ദിനി നന്നായി ചേരും. അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സുനന്ദ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്